നമസ്കാരം. ലയനോജുവിൻ്റെ 10th CBSE കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്, ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട്. ഇത് ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ആസിഡ് എന്താണ്, ബേസ് എന്താണ്, സോൾട്ട് എന്താണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആസിഡ്സിൻ്റെ കോമൺ എക്സാമ്പിൾ ഇപ്പോൾ പറയുമ്പോൾ നാരങ്ങ നീര്. ഈ നാരങ്ങ നീര് ആസിഡിൻ്റെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിളാണ്. ബേസിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ സോപ്പ്, അതേപോലെ സോൾട്ടിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കഴിക്കുന്ന ഉപ്പ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ആസിഡ് ബേസ് സോൾട്ട് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മെത്തേഡ്, ഏറ്റവും കോമണും ഫേമസ് ആയിട്ടുള്ള മെത്തേഡാണ് ലിറ്റ്മസ് ടെസ്റ്റ്. രണ്ട് തരം ലിറ്റ്മസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്ലൂ ലിറ്റ്മസും ഉണ്ട്, റെഡ് ലിറ്റ്മസും ഉണ്ട്. അപ്പോൾ ബ്ലൂ ലിറ്റ്മസ് ഉപയോഗിക്കുന്നത് ആസിഡിനെ തിരിച്ചറിയാനും റെഡ് ലിറ്റ്മസ് ഉപയോഗിക്കുന്നത് ബേസിനെ തിരിച്ചറിയാനാണ്. ഈ ബ്ലൂ ലിറ്റ്മസ് ആസിഡിനായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ റെഡ് കളർ ആവുന്നു, റെഡ് ലിറ്റ്മസ് ബേസിനായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ബ്ലൂ കളർ ആവുന്നു. ഇതാണ് ഇപ്പോൾ അവിടെ ബേസിക് ആയിട്ട് നടക്കുന്നത്. ലിറ്റ്മസ് ഉണ്ടാക്കിയത് ലൈക്കൻ എന്ന് പറഞ്ഞ ഒരു ഓർഗാനിസത്തിൽ നിന്നാണ്. ഇനി അതേമാതിരി ഉള്ള കുറച്ച് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ലിറ്റ്മസ് സൊല്യൂഷൻ. നമ്മൾ ലിറ്റ്മസ് പേപ്പർ എടുക്കുമ്പോൾ അത് നീലയും റെഡും കളറാണെങ്കിൽ ലിറ്റ്മസ് സൊല്യൂഷൻ പർപ്പിൾ കളറാണ്. അത് നമ്മൾ ഏതെങ്കിലും ആസിഡിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യുന്നത്. അതേപോലെ നാച്ചുറലിൽ കണ്ടുവരുന്ന കുറച്ച് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് റെഡ് ക്യാബേജ് ലീവ്സ്, അതേപോലെ ടെർമറിക്. നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾ ഒരു നല്ല ഇൻഡിക്കേറ്ററാണ്, അത് പൊതുവെ അറിയുണ്ടാവും. ബേസിനായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ റെഡ് കളർ ആവുകയാണ് ചെയ്യുക. അതേപോലെ ഹൈഡ്രാഞ്ചിയ, പെറ്റൂണിയ, ജെറാനിയം ഇങ്ങനെയുള്ള ചില പ്ലാന്റ്സിൻ്റെ കളേർഡ് പെറ്റൽസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഇനി പൊതുവെ CBSEക്കാർക്ക് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ ഉള്ള ഒരു റിയാക്ഷനാണ് ഈ പറഞ്ഞതിൽ മൂന്നാമത്തെ റിയാക്ഷൻ, ബേസ് പ്ലസ് ആസിഡ് ഗീവ് സോൾട്ട് പ്ലസ് വാട്ടർ. സോൾട്ട് എന്ന് നമുക്ക് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, സോൾട്ട് പ്ലസ് വാട്ടർ ആണ് കംപ്ലീറ്റ് റിയാക്ഷൻ. അങ്ങനെയാണ്. ഇനി ആസിഡും മെറ്റലും റിയാക്ട് ചെയ്താൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സോൾട്ടും കുറേ ഹൈഡ്രജനും കിട്ടും. 2NaOH plus 2 zinc gives Na2ZnO2 plus H2. ഇനി മെറ്റൽ ഓക്സൈഡ് പ്ലസ് ആസിഡ് ഓർ ബേസ് ഗിവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ. മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റലും ഓക്സിജനും തമ്മിൽ ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. പൊതുവെ നമുക്ക് കിട്ടുന്ന ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഓറകൾ മൊത്തം ഓക്സൈഡ് ഫോമിലാണ് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ഫോമാണ് മെറ്റൽ ഓക്സൈഡ്. ഈ മെറ്റൽ ഓക്സൈഡ് ആസിഡിനോടോ ബേസിനോടോ റിയാക്ട് ചെയ്താൽ നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടും. കറസ്പോണ്ടിങ് സോൾട്ട് ആയിരിക്കും മെറ്റൽ സോൾട്ട് ആയിരിക്കും കിട്ടുക, പ്ലസ് വാട്ടർ ഉണ്ടാവുക. കാരണം നേരത്തെ നമ്മൾ മെറ്റലായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഹൈഡ്രജൻ മാത്രമേ കിട്ടിയുള്ളൂ. അത് ആസിഡിൻ്റെ കേസിൽ മാത്രമല്ല, ബേസ് ആണെങ്കിലും റിയാക്ട് ചെയ്താൽ സോൾട്ടും ഹൈഡ്രജനും കിട്ടും കറസ്പോണ്ടിങ്. ബട്ട് ഇവിടെ ഹൈഡ്രജൻ്റെ കൂടെ ആ ഓക്സൈഡിലുള്ള ഓക്സിജനും കൂടെ ചേർന്ന് വാട്ടർ ആയിരിക്കും കിട്ടുക. ഇനിയുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. മെറ്റൽ ഓക്സൈഡ്സ് നേരത്തെ പറഞ്ഞല്ലോ. മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് പൊതുവെ ബേസിക് നേച്ചർ ആയിരിക്കും കാണിക്കുക. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് കോമ്പൗണ്ട് ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആസിഡിക് ആണ്. ഇനി ആസിഡും ബേസും റിയാക്റ്റീവ് ആവുന്നത് വാട്ടറിനായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ്. ആസിഡ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിലിരുന്ന് ഡിസിപ്പേറ്റ് ചെയ്യും. വെറുതെ സ്വയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കളയാണ് ആസിഡ് ചെയ്യുക. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺസ് അതിനെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കും. അയോൺസ് ആണ്, സോ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് റിയാക്റ്റീവ് ആവുന്നത്. ഇങ്ങനെ ആസിഡ് വെള്ളത്തിലിടുമ്പോൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺസിനെയാണ് പുറത്ത് വിടുന്നത്. ഹൈഡ്രജൻ അയോൺസ് ആണ് H+, ഹൈഡ്രോണിയം അയോൺസ് ആണ് H3O+. അതേപോലെ ബേസും റിയാക്ട് ചെയ്യുന്നത് വെള്ളത്തിലിടുമ്പോൾ OH- പുറത്ത് വിട്ടിട്ടാണ്. ആ ഡിഫറൻസ് ഓർത്ത് വയ്ക്കണം. H+ അയോൺസും H3O+ അയോൺസും ആണ് ആസിഡിൻ്റെ കേസിൽ. ബേസിൻ്റെ കേസിൽ OH- അയോൺസ് ആണ്. എല്ലാ ആസിഡ്സും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും, പക്ഷേ എല്ലാ ബേസും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസുകളെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് വിളിക്കുന്നത്. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാത്ത കുറച്ച് ടൈപ്പ് ബേസുകളുണ്ട്.
ബട്ട് അവരെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഗ്രൂപ്പ് കാറ്റഗറിയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഡിഫറൻസ്, ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര എക്സോതെർമിക് പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് വിടും. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ കുറച്ച് ആസിഡ് എടുത്തിട്ട് വെള്ളമായിട്ട് ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബീക്കർ ചൂടാവും, വളരെ ചൂടാവുന്നതൊക്കെ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണ്, ബട്ട് ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സാധാരണ ലിറ്റ്മസ് ടെസ്റ്റിനോ അല്ലെങ്കിൽ വേറൊരു ഇൻഡിക്കേറ്ററിനും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ്. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് വാല്യൂ അളക്കാം, എത്രത്തോളം അസിഡിറ്റിയോ അല്ലെങ്കിൽ എത്രത്തോളം ബേസിസിറ്റിയോ ഒരു ഒബ്ജക്റ്റിനുണ്ട് എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റും. സോ ഇതിന് നമ്മൾ pH സ്കെയിലാണ് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണത്. എന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അളക്കുന്നതിൻ്റെ സ്കെയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് pH വാല്യൂവിലാണ്. pH എന്ന് പറഞ്ഞാൽ പൊട്ടൻസ്, ജർമ്മൻ വാക്കാണ്. pH സ്കെയിലിൽ 0 മുതൽ 14 വരെയുള്ള യൂണിറ്റ്സ് ഉണ്ട്. 0 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ആസിഡിക്, 40 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബേസിക്. ഇതിന് നടുവിലുള്ള 7 ആണ് ന്യൂട്രൽ വാല്യൂ. ഇപ്പോൾ പ്യുവർ വാട്ടറിൻ്റെ വാല്യൂ 7 ആയിരിക്കും, അല്ലെങ്കിൽ ഏകദേശം 7നോട് അടുത്തായിരിക്കും. അതുകൊണ്ട് അത് ന്യൂട്രലാണ്. ബ്ലഡ് എന്ന് പറയുന്നത് 7.8 വാല്യൂ ആണെന്ന് തോന്നുന്നു. അപ്പോൾ 7.8 ആണെങ്കിൽ അത് ചെറുതായിട്ട് സ്ലൈറ്റ്ലി ബേസിക് ആണ്. അതേപോലെ കോൺസെൻട്രേഷൻ കൂടിയ ആസിഡുകൾ, നമ്മളെ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള HCl ആസിഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഏകദേശം 1.5 റേഞ്ചിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ അത് വളരെ ആസിഡിക് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. അങ്ങനെ pH ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് അസിഡിറ്റിയുടെയോ ബേസിറ്റിയുടെയോ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹയർ ഹൈഡ്രോണിയം കോൺസെൻട്രേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഹയർ ഹൈഡ്രോണിയം കോൺസെൻട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സ്ലൈഡിലുള്ള പോലെ ആസിഡ് പുറത്തു വിടുന്നതാണ് ഹൈഡ്രോണിയം അയോൺസ്. അപ്പോൾ ഹൈഡ്രോണിയം അയോൺസിൻ്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH സ്കെയിലിൽ വാല്യൂ കുറയും. എന്ന് വെച്ചാൽ 7 കഴിഞ്ഞ് താഴത്തോട്ട് പോകുന്നതോറും ആസിഡിറ്റി കൂടുകയാണ്. എന്ന് വെച്ചാൽ ആസിഡിൻ്റെ പ്രസൻസ് ആണ് അവിടെ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ എൻറ്റയർലി ഡിഫറൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ടോപ്പിക്കിലാണ് സോൾട്ട്. സോൾട്ട് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും കേട്ടുപരിചയമുള്ള സാധനമാണ് സോൾട്ട്. നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. വീട്ടിലുള്ള ഉപ്പ് NaCl കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ കുറേ തരം ഉപ്പുകളുണ്ട്, സോൾട്ടുകളുണ്ട്. ഇപ്പോൾ KCl അതൊക്കെ അതിൻ്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. ഇവിടെ സോൾട്ടിൻ്റെ ഫാമിലി നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും. എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്? പോസിറ്റീവ് ഓർ നെഗറ്റീവ് റാഡിക്കൽസിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള NaCl, ഇതിൽ Na പ്ലസും Cl മൈനസും ആണ്. രണ്ടും റാഡിക്കൽസ് ആണ്. രണ്ടും രണ്ട് ഭാഗങ്ങളായിട്ട് എടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ Na മെറ്റൽ പാർട്ടാണ്, പോസിറ്റീവ് ആണ്. ക്ലോറിൻ നോൺ മെറ്റൽ നെഗറ്റീവ് പാർട്ടാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ NaCl അതുപോലെ KCl രണ്ട് എക്സാമ്പിൾ കിട്ടിയെന്ന് വിചാരിക്കുക. ഇതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് നെഗറ്റീവ് അയോണാണ്, ക്ലോറിൻ ആണ്. അപ്പോൾ അതിന് നമുക്ക് ക്ലോറിൻ്റെ ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ NaCl, NaOH ഇത് രണ്ടും പോസിറ്റീവ് റാഡിക്കലാണ്. സോഡിയം ആണ് ഇതിൻ്റെ പോസിറ്റീവ് പാർട്ട്. സോ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് സോഡിയം സോൾട്ട് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതേപോലെ മറ്റേത് ക്ലോറൈഡ്സ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇതാണ് പോസിറ്റീവ് നെഗറ്റീവ് കാറ്റഗറൈസേഷൻ സോൾട്ടിൻ്റെ കേസിൽ. ഇനി നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു 4 ടൈപ്പ് സോൾട്ടുകളുണ്ട്. കേട്ടുപരിചയമുള്ള സോൾട്ടാണ്, സാധാരണ ഡൊമസ്റ്റിക് യൂസേജിന് ഉണ്ടാവാറുള്ള സോൾട്ടുകളാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡ, ബ്ലീച്ചിങ് പൗഡർ. അതുപോലെ ലാസ്റ്റ് വെച്ച് ഒരു എക്സ്ട്രാ ടോപ്പിക്കും കൂടെ പറയുന്നുണ്ട്, അത് ജിപ്സമാണ്. അപ്പോൾ ഈ 4 ടോപ്പിക്കുകളാണ് ഇനി എടുക്കാനുള്ളത്. അടുത്തേക്ക് പോവാം. സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ NaOH ആണ് സാധനം. ഇതാണ് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് സോൾട്ട്. നേരത്തെ തന്നെ ഇത് തന്നൊരു എക്സാമ്പിൾ ആയിരുന്നു. ഇതുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അക്വസ് സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോലൈസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ വാട്ടർ,
സോഡിയം ക്ലോറൈഡ് NaCl ആണ്, അത് ഓർക്കണം. NaCl. നമ്മുടെ ഉപ്പ് വെള്ളത്തിന് ഇലക്ട്രോലൈസ് ചെയ്താൽ കിട്ടുന്നതാണ് NaOH. ഇപ്പോൾ കടൽ വെള്ളം കുറേ കളക്ട് ചെയ്തിട്ട്, കടൽ വെള്ളത്തിൽ കുറേ തരം ഉപ്പുണ്ട് എങ്കിലും NaClന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് അത് കളക്ട് ചെയ്തിട്ട് ഇലക്ട്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് NaOH. ഇത് ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്ത് ക്ലോറിനും ഹൈഡ്രജനുമായി മാറും. അതിൻ്റെ റിയാക്ഷനാണ് അടി തന്നിട്ടുള്ളത്. ബാലൻസ്ഡ് റിയാക്ഷനാണ്. NaCl ഉപ്പ്, ഞാൻ പറഞ്ഞ അക്വസ് സൊല്യൂഷനാണത്. അക്വ സൊല്യൂഷൻ ഇതിന് വെള്ളത്തിൻ്റെ കൂടെ ചേർത്തിട്ട് ഇലക്ട്രോലൈസ് ചെയ്യുകയാണ് ചെയ്യുക. ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2 NaOH കിട്ടും. NaOHും അക്വ സൊല്യൂഷനായിട്ടാണ് കിട്ടുക. കൂടെ ക്ലോറിനും ഹൈഡ്രജനും ഉണ്ടാവും. ക്ലോറിനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യില്ല, രണ്ടും ഗ്യാസായിട്ട് സെപ്പറേറ്റ് പുറത്തു വരികയാണ് ചെയ്യുക. അതിനെ വേണമെങ്കിൽ നമുക്ക് വേറെ തിരിച്ചെടുക്കാം. കാരണം ഈ ക്ലോറിൻ ഇതിനെ കൊണ്ട് നമുക്ക് വേറെ ഉപകാരമുണ്ട്. സോ നമ്മൾ അതിനെ വേറെ തിരിച്ചെടുക്കും. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോ ആൽക്കലി പ്രോസസ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എഴുതാം, ക്വസ്റ്റ്യന് ചോദിച്ചേക്കാം വാട്ട് ഈസ് ക്ലോറോ ആൽക്കലി പ്രോസസ്സ്. അപ്പോൾ പറയേണ്ടതാണ് പ്രോസസ് ഓഫ് മേക്കിംഗ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് കോൾഡ് ആസ് ക്ലോറോ ആൽക്കലി പ്രോസസ്സ്. നെക്സ്റ്റ്, ബ്ലീച്ചിങ് പൗഡർ. സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ നേരത്തെ ഡീകമ്പോസ് ചെയ്തിട്ടാണ്, ഡീകമ്പോസ് ചെയ്തപ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്നതാണ് ക്ലോറിനും ഹൈഡ്രജനും. ഞാനപ്പോൾ പറഞ്ഞിരുന്നു അവിടെ ഡീകമ്പോസ് ചെയ്ത ക്ലോറിനെ നമ്മൾ വേറെ യൂസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ യൂസ് ഇവിടെയാണ് വരുന്നത്. ഡ്രൈ സ്ലേക്കഡ് ലേമുമായിട്ട് റിയാക്ട് ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. ആ ക്ലോറിനെ ഡ്രൈ സ്ലേക്കഡ് ലേമുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ബ്ലീച്ചിങ് പൗഡർ. ഇതിൻ്റെയൊക്കെ കെമിക്കൽ നെയിം ഓർത്ത് വെക്കണം, ആവശ്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ സ്ലേക്കഡ് ലേമിന് ഇങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്, CaOH2. ഇതിനായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷനാണ് ഇവിടെ എഴുതിയുള്ളത്. CaOH2 plus Cl2 gives CaOCl2 plus H2O. ഇതാണ് ബ്ലീച്ചിങ് പൗഡർ. ഈ റിയാക്ഷൻസ് ഒക്കെ ഓർത്ത് വെക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ട്. യൂസ്ഡ് ഇൻ, ഇതിൻ്റെ യൂസസ് ആണ് ബ്ലീച്ചിങ് കോട്ടൺ, ലിനൻ, അങ്ങനെയുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളിൽ ആ ഒരു റോ മെറ്റീരിയലിനെ റെഡ്യൂസ് ചെയ്തെടുക്കാനും ജസ്റ്റ് പ്യൂരിഫൈ ചെയ്തെടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ബ്ലീച്ചിങ് പൗഡർ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറുണ്ടല്ലോ, പൊതുവെ കുറേ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതൊന്ന് പ്യൂരിഫൈ ചെയ്യാൻ കുറേ ബ്ലീച്ചിങ് പൗഡർ ഇടുകയാണ് ചെയ്യാറ്. അതേമാതിരി ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതേപോലെ വുഡ് പൾപ്പ്, നമ്മുടെ പേപ്പർ ഉണ്ടാക്കുന്ന വുഡ് പൾപ്പ്, ആ വുഡ് പൾപ്പ് ബ്ലീച്ച് ചെയ്യാനും നേരത്തെ പറഞ്ഞാൽ ഡ്രസ്സ് കഴുകാനൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കും. പിന്നെ അതേപോലെ കുറേ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇതൊരു വളരെ നല്ല റിയാക്റ്റൻ്റ് ആണ് കെമിക്കൽ ഇൻഡസ്ട്രീസ്. പക്ഷേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രോപ്സിനുള്ള പെസ്റ്റിസൈഡൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിൽ ബ്ലീച്ചിങ് പൗഡറിനെ കൊണ്ട് വളരെ നല്ല ഉപയോഗമുണ്ട്. അതേപോലെ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റംസിൽ ഉപയോഗിക്കുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ, ജേം ഫ്രീ ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ട്. അതാണ് ബ്ലീച്ചിങ് പൗഡർ. മൂവിങ് ഓൺ, അടുത്താണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ നമുക്ക് പൊതുവെ പരിചയമുള്ളതാണ്. പ്രത്യേകിച്ച് വീട്ടിൽ അടുക്കളയിൽ കയറി പരിചയമുള്ളവർക്ക് കാണേണ്ടതാണ്, കഴിക്കാൻ വേണ്ടിയല്ല, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറുന്നവർക്ക് പരിചയമുള്ളതാണ്, ഉണ്ടാവേണ്ടതാണ്. ഈ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടാണ് കേക്കിലും അതേപോലെ ഇഡലി ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ പഫിനെസ് ഉണ്ടാവുന്നത്. ഈ പഫിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ബേക്കിംഗ് സോഡ. ഇനി അതിൻ്റെ കെമിക്കൽ നെയിമാണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇതിൻ്റെ റിയാക്ഷനാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. NaCl plus H2O plus CO2 plus NH3. NaCl നമ്മൾ ആദ്യം പറഞ്ഞ സാധാ ഉപ്പാണ്, വെള്ളം കാർബൺ ഡൈ ഓക്സൈഡ്, NH3 അമോണിയ ആണ്. ഇത്രയും സാധനങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അമോണിയം ക്ലോറൈഡ് കിട്ടും പ്ലസ് NaHCO3. ഇതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്. അമോണിയം ക്ലോറൈഡ് കുറേ പെസ്റ്റിസൈഡ് അങ്ങനെ ക്രോപ്പ് ഇൻഡസ്ട്രി ഭാഗത്തേക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്.
സോ രണ്ട് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഇതിന് NaCl അങ്ങോട്ടും കൊടുക്കും, ബേക്കിംഗ് സോഡ ഇവിടെ നമുക്ക് കുക്കിങ്ങിനായിട്ടുള്ള ആവശ്യങ്ങൾക്കും വേറെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യും. ഇൻഡസ്ട്രിയലായിട്ട് ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇതിൻ്റെ യൂസസ് പറഞ്ഞ പോലെ ബേക്കിംഗ് പൗഡറായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ ഒരു മൈൽഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കുറേ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരും. ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് പഫിനെസ് ഉണ്ടാക്കുന്നത്. ഇനി വേറൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ ആൻറ്റാസിഡ്സ് ആയിട്ടാണ്. ഇപ്പോൾ ആസിഡിറ്റി പൊതുവെ ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ്. വയറിൽ ഉണ്ടാകുന്ന ഗ്യാസുകൾ, ഗ്യാസ്ട്രിക് ജ്യൂസ് പൊതുവെ ഉള്ള എമൗണ്ട് കൂടുതൽ വരുമ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും, വയറുവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആൻറ്റാസിഡ്സ്. ബേസ് ആണ് കോമൺ എക്സാമ്പിൾ ബേക്കിംഗ് സോഡ, അതേപോലെ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആൻറ്റാസിഡ്സ് ഉണ്ടാക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ഇതൊക്കെ പല ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൽ ഒരെണ്ണമാണ്. ഇത് അവിടെ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന നേരത്തെ തന്നെ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കുറേ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരും. അങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്. ഇനി ഇത്രയാണ് ബേക്കിംഗ് സോഡയുള്ള യൂസസ്. ഇനി പറയാനുള്ള രണ്ട് ടോപ്പിക് വാഷിംഗ് സോഡയും ജിപ്സും ആണ്. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും മുകളിൽ നിന്നുള്ള പോയിന്റ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഇതെന്താണെന്ന് നമ്മൾ ആദ്യം നോക്കണം. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 1 മോളിക്യൂൾ ഓഫ് സോൾട്ട്. ഇപ്പോൾ ഒരു സോൾട്ട് ഉണ്ടാവുമ്പോൾ സോൾട്ടിൻ്റെ അകത്താവണമെന്നില്ല, ചിലപ്പോൾ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കൂടാരം പോലെയൊക്കെയുള്ള ഷേപ്പുകൾ ഉണ്ടാവും മോളിക്യൂൾസ്. അപ്പോൾ സോൾട്ടിൻ്റെ സ്ട്രക്ചർ പൊതുവേ കോംപ്ലക്സ് ആണല്ലോ. ഇപ്പോൾ നേരത്തെ കണ്ട കോമ്പൗണ്ട് കണ്ടില്ലേ, Na2CO3 എന്നാണ് സാധനത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ 3 ടൈപ്പ് ആറ്റംസ് ഉണ്ട്. മൊത്തം 6 ആറ്റംസ് ഉള്ളൊരു മോളിക്യൂളാണ്. അങ്ങനെ ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മോളിക്യൂളുകളെ കവർ ചെയ്യാനുള്ള വലിപ്പമുണ്ട്. അപ്പോൾ അത്രയും വലിപ്പമുള്ള മോളിക്യൂൾ ഒരു കൂടാരം പോലെ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വാട്ടർ മോളിക്യൂൾസ് കുടുങ്ങിപ്പോവും, ട്രാപ്ഡ് ആവും. ആ ഒരു സംഭവത്തിനാണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കണം, ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് സോഡ അടുത്ത ടോപ്പിക്കിൽ പോവാം. ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് Na2CO3.10H2O. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയ ബേക്കിംഗ് സോഡ, ഈ ബേക്കിംഗ് സോഡയെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഡിയം കാർബണേറ്റ് കിട്ടും. അതാണ് Na2CO3. നോക്കുക, NaHCO3യെ ഹീറ്റ് ചെയ്തപ്പോൾ Na2CO3 കിട്ടി. ഈ സാധനത്തിന് റീക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ വീണ്ടും കൂൾ ചെയ്ത് ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വാഷിംഗ് സോഡ .10H2O. ക്രിസ്റ്റലൈസ് ചെയ്യാൻ വേണ്ടി എന്തായാലും വാട്ടറിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് 10 വാട്ടർ മോളിക്യൂൾസ് ട്രാപ്ഡ് ആവും. കറക്റ്റ് 10 എണ്ണം തന്നെ ട്രാപ്ഡ് ആവും. അങ്ങനെ ആകുമ്പോഴാണ് വാഷിംഗ് സോഡ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ യൂസസ് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് ഗ്ലാസ്, സോപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസ്. ഇതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Na2CO3 plus 10H2O റിയാക്ട് ചെയ്യും. ഇവിടെ റീക്രിസ്റ്റലൈസേഷൻ എന്ന് വെച്ചാൽ റീക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് ഫോളോ ചെയ്തിട്ടാണ് ഈ ബൈ പ്രൊഡക്റ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. Na2CO3.10H2O വാട്ടറിൽ വെച്ചിട്ടാണ് റീക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് Na2CO3.10H2O, അതായത് വാഷിംഗ് സോഡ. യൂസസ്. ഇതിൻ്റെ യൂസസിൽ ഫസ്റ്റ് ഒന്നാണ് മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ്, സോപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസ്. പേപ്പർ ഉണ്ടാക്കുന്നിടത്തും സോപ്പ് ഉണ്ടാക്കുന്നിടത്തും ഗ്ലാസ് ഉണ്ടാക്കുന്നിടത്തും ഒക്കെ വാഷിംഗ് സോഡേൻ്റെ ആവശ്യമുണ്ട്. സോപ്പ് ഉണ്ടാക്കി നോക്കിയവർക്ക് അറിയാൻ പറ്റും. ചില സ്കൂളുകളിലൊക്കെ ഇങ്ങനത്തെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഞാൻ പഠിച്ച നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ സാധനമാണ്, ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വാഷിംഗ് സോഡ.
അതേപോലെ മാനുഫാക്ചർ ഓഫ് ബോറാക്സ് ഓറിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വാഷിംഗ് സോഡയുടെ ആവശ്യമുണ്ട്. അതേപോലെ ക്ലൻസിങ് ഏജൻറ്റ് ഇൻ ഡൊമസ്റ്റിക് പർപ്പസസ്, നമ്മുടെ വീട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ, കുറേ ഡ്രസ്സ് കഴുകുന്നതിലും കുറേ ക്ലീനിങ്ങിലും ഫ്ലോറ് നിലം കഴുകണതിലും അതിലൊക്കെ ആയിട്ട് വാഷിംഗ് സോഡയ്ക്ക് കുറേ ഉപയോഗങ്ങളുണ്ട്, കഴുകാൻ കുറേ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. അവിടെ പെർമനൻറ്റ് ഹാർഡ്നെസ് കളയാൻ വേണ്ടിയിട്ടും നമ്മൾ വാഷിംഗ് സോഡ ഉപയോഗിക്കും. അത് വേറൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നമുക്കപ്പോൾ നോക്കാം. ഇനി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ജിപ്സം ആൻഡ് POP. POP എന്ന് പറഞ്ഞാൽ എന്താ? POP എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ജിപ്സം ആൻഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ജിപ്സത്തിൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, CaSO4.2H2O. ഇതും ഒരു വാട്ടർ ട്രാപ്പ് ചെയ്തിട്ടുള്ള മോളിക്യൂളാണ്. ഇതിൻ്റെ അകത്ത് 2 ഹൈഡ്രജൻ മോളിക്യൂൾസേ ഉള്ളൂ. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ അകത്ത് ഹാഫ് എന്ന് എഴുതിയത് നമ്മുടെ എഴുതാൻ വേണ്ടിയുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഹാഫ് എന്ന് പറഞ്ഞത്, അല്ലാതെ മോളിക്യൂൾ മുറിച്ച് ഇടാൻ പറ്റില്ല. അത് ഹൈഡ്രജൻ മോളിക്യൂൾ അതിൻ്റെ അകത്ത് ഉണ്ട്. ഇനി ജിപ്സത്തിന് 373 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള 2 വാട്ടർ മോളിക്യൂൾസിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ പുറത്തു പോകും. അങ്ങനെ കിട്ടുന്നതാണ് കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. ഈ കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ആണ് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒടിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതിന് ചുറ്റും റാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. എന്നിട്ട് അതിനെ വെള്ളമായിട്ട് കുഴച്ചിട്ടാണ് തേക്കുക. ഈ വെള്ളമായിട്ട് കുഴച്ചിട്ട് തേക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാക്കറ്റ് പൊട്ടിച്ചെടുക്കുമ്പോഴുള്ള പൗഡറാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. വെള്ളത്തിനായിട്ട് കുഴയ്ക്കുമ്പോൾ അത് പിന്നെയും ഒരു കോമ്പൗണ്ടായി, ആ കോമ്പൗണ്ട് ഉറയ്ക്കുമ്പോൾ വീണ്ടും ജിപ്സം ആവുകയാണ് ചെയ്യുന്നത്. സോ ജിപ്സം ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ ഹാർഡാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകും പെട്ടെന്ന്. പക്ഷേ ജിപ്സം ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹാർഡായി നിൽക്കും. ഈ ഒരു പ്രോസസ്സിന് ഇവിടെ എഴുതിയിട്ടുള്ള ഈ പ്രോസസ്സിനെ നേരെ റിവേഴ്സ് ചെയ്യുകയാണ് ഡോക്ടർമാർ അവിടെ ചെയ്യുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന് ജിപ്സത്തിനെ ഹീറ്റ് ചെയ്യുമ്പോൾ 373 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള വാട്ടർ മോളിക്യൂൾ ലൂസ് ചെയ്തിട്ട് കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ഉണ്ടാവുകയാണ്. അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CaSO4.2H2O. ഇത് ഉണ്ടാക്കുന്നതല്ല, ഡോക്ടർമാർ യൂസ് ചെയ്യുന്ന ആ റിയാക്ഷനാണ് ഈ പറയുന്നത്. 1.5 H2O. ഈ 1.5 H2O എന്ന് ഉദ്ദേശിക്കുന്നത് എഴുതാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. റിയാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സിൽ ഇടാറില്ലല്ലോ. CaSO4.2H2O. ഇതാണ് ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ്. ഇതാണ് ജിപ്സം. മുകളിൽ പറഞ്ഞുള്ള ജിപ്സമാണിത്. ഇതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇത് ജിപ്സം. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് എടുക്കുന്ന ടോപ്പിക്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്ത് പറയുക, എന്താണ് ഡൗട്ട്, സോൾവ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതാണ് 10th CBSEയിലെ ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മെയിനായിട്ട് എടുക്കാനുള്ള പോർഷൻ. ഇത്രയും സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആ ചാപ്റ്ററിനെ പറ്റിയുള്ള കൺസെപ്റ്റ് മൊത്തം ക്ലിയർ ആവും. ഇനി ആ ചാപ്റ്ററിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഇതിനെ ബേസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ഈ റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. സോ എല്ലാവരും നോക്കുക. ഓൾ ദ ബെസ്റ്റ്.